بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أفضل المرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين وملائكته المكرمين والأفضل എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായത് അൻ യതസദ്ദഖ ബികുല്ലിഹ, അത് മുഴുവൻ ഉളുഹിയ്യത്തിൻ്റെ എല്ലാ ഭാഗവും സദഖ ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ലിഅന്നഹു അഖ്റബു ലിത്തഖ്വ, അതാണല്ലോ തഖ്വയിലേക്ക് ഏറ്റവും അടുത്തത്. അപ്പം അത് മുഴുവനും സദഖ ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഇല്ലാ ലുഖമൻ, ചില ലുഖമത്തുകൾ ഒഴികെ. യതബറക്കു ബി അക്ലിഹ, അത് കഴിക്കൽ കൊണ്ട് അവൻ ബറക്കത്ത് നേടുന്നു. ബറക്കത്തിന് വേണ്ടി ചില കഷ്ണങ്ങൾ ഒഴിക്കെ ബാക്കിയുള്ളത് മുഴുവൻ സദഖ ചെയ്യലാണ് ഇതിലെ ഏറ്റവും പുണ്യമായ ശ്രേഷ്ഠമായ രൂപം. ലിൽ ആയത്തി, ആയത്തിന് വേണ്ടിയും വലിൽ ഇത്തിബായിന് വേണ്ടി. ആയത്തും ഈ വിഷയത്തിൽ നബി അറിയിച്ചു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനത്തിൻ്റെ മാതൃകയും അറിയിച്ചു. വമിൻഹു, ആ ഇത്തിബായിൽ നിന്ന് യൂഖദു, പിടിക്കപ്പെടും, അന്നൽ അഫ്ളല അൽ കബിദ്, അഫ്ളൽ കരള, അറക്കുന്ന ആൾക്ക് എടുക്കാൻ അഫ്ളൽ കരൾ ആണ്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത് എന്ന് ഇത്തിബായിൽ നിന്ന് കിട്ടും. ലി ഖബറിൽ ബൈഹഖി റഹിമഹുല്ലാ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്കുലു മിൻ കബ്ദി ഉദ്ഹിയ്യത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉദ്ഹിയ്യത്തിൻ്റെ കബിദിൽ നിന്ന് കഴിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഹദീസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഉദ്ഹിയ്യത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിർബന്ധമാണല്ലോ. നിർബന്ധമായ ഉദ്ഹിയ്യത്തിൽ നിന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉദ്ഹിയ്യത്ത് നിർബന്ധമാണ്. നിർബന്ധമായ ഉദ്ഹിയ്യത്ത് അതിൽ നിന്ന് അറക്കുന്ന ആൾ എടുക്കാൻ പാടില്ല എന്നുമാണ് നിയമം എന്ന് പറഞ്ഞല്ലോ. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉദ്ഹിയ്യത്തിൻ്റെ മൃഗത്തിൻ്റെ കരടിൽ നിന്ന് കഴിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്ന ഹദീസ്, അത് നമ്മളെ മസ്അലയ്ക്ക് എതിരാകില്ലേ എന്നൊരു ചോദ്യമുണ്ട്. അതിന് മറുപടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാജിബായ ഒന്ന് മാത്രമല്ല അറക്കാൻ, സുന്നത്തായതും കുറേ അറക്കാറുണ്ട്. അപ്പോൾ കഴിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ
ആ സുന്നത്തായതിൽ നിന്ന് കഴിക്കാറുണ്ടായിരുന്നു എന്നാണ് ആ ഹദീസിന്റെ ഉദ്ദേശം. വൈനാ തസദ്ദഖ ബിൽ ബാദി, വുളുഹിയ്യത്ത് അറക്കുന്ന ആള്, സുന്നത്തായ വുളുഹിയ്യത്ത് അറക്കുന്ന ആൾ അയാളുടെ വുളുഹിയ്യത്തിന്റെ അല്പഭാഗം സദഖ കൊടുക്കുകയും വാക്കലിൽ ബാക്കിയ, ബാക്കിയുള്ളത് അയാൾ സ്വയം അല്ലെങ്കിൽ അയാൾ ചെലവ് കൊടുക്കേണ്ട ആൾക്കാർക്ക് കൊടുത്ത് അങ്ങനെ തിന്നുകയും ചെയ്താലോ, എന്നാൽ ഉസീബ, കൂലി നൽകപ്പെടും, അല തദ്ഹിയ്യത്തി ബിൽ കുല്ലി, ആ വുളുഹിയ്യത്ത് മൃഗം മുഴുവനും കൊണ്ട് വുളുഹിയ്യത്ത് അറുത്തതിൻ്റെ മേൽ കൂലി നൽകപ്പെടും. വുളുഹിയ്യത്ത് അറക്കുക, തദ്ഹിയ്യത്തിന്റെ മാന അതാണ്, വുളുഹിയ്യത്ത് അറക്കുക. ആ വുളുഹിയ്യത്ത് അറക്കൽ ഒരു മൃഗത്തെയാണ്. അപ്പം ആ ഒരു മൃഗത്തെ വുളുഹിയ്യത്ത് അറുത്തതിൻ്റെ പേരിൽ അയാൾക്ക് കൂലി ഉണ്ടാകും, അതിൽ പൂർണ്ണമായ കൂലി ഉണ്ടാകും. തസദ്ദുഖ് ബിമ, ഒന്ന് കൊണ്ട് സദഖ കൊടുത്തതിൻ്റെ പേരിലും കൂലി ഉണ്ടാകും. ഏതാ ഒന്ന്? തസദ്ദഖ ബിഹി, ആ ഒന്നിനെ അയാൾ സദഖ ചെയ്തിരിക്കുന്നു. അപ്പോൾ വുളുഹിയ്യത്ത് അറക്കുന്നതിന് പൂർണ്ണമായ കൂലി ഉണ്ടാകും. സദഖ എത്രയാണോ കൊടുത്തത് ആ കൊടുത്തതിൻ്റെ കൂലി ഉണ്ടാകും. അപ്പോൾ വുളുഹിയ്യത്ത് അറക്കുന്ന കൂലിയാണ് ഒന്ന്, മറ്റൊന്ന് സദഖ കൊടുക്കുന്ന കൂലി. വുളുഹിയ്യത്ത് അറക്കുന്ന കൂലി ഭാഗികമാകൂല. വുളുഹിയ്യത്ത് ഒരു ആടാണെങ്കിൽ ഒരാൾക്ക് ഒന്നല്ലേ പറ്റൂ, അതേപോലെ ഒരു സുബുൾ ആണെങ്കിൽ ഒരാൾക്ക് ഒരു സുബുഴേ പറ്റൂ. ആ വുളുഹിയ്യത്ത് അറക്കുന്നതിന്, ആ അറക്കുക എന്ന പുണ്യം കിട്ടണമെങ്കിൽ അറക്കുന്ന ആൾക്ക് മാത്രമേ ഉണ്ടാവൂ. അത് സ്ഥാനത്ത് സദഖ ചെയ്തതിൻ്റെത് എത്രയാണോ കൊടുക്കുന്നത് ആ കൊടുക്കുന്നതിൻ്റെ ഉണ്ടാവും. വയജൂസു ഇദ്ഖാലു ലഹമിഹ, വുളുഹിയ്യത്തിന്റെ മാംസം സൂക്ഷിച്ചു വെക്കൽ ജായിസാണ്. അർത്ഥ ആളുടെ മൃഗത്തിന്റെ ഇറച്ചി അയാൾ തന്നെ സൂക്ഷിച്ചു, ധർമ്മം ചെയ്യേണ്ട ഭാഗം ധർമ്മം ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് അയാൾ തന്നെ സൂക്ഷിച്ചു, അല്ലെങ്കിൽ കിട്ടിയവർ സൂക്ഷിച്ചു, രണ്ടാരും ജായിസാണ്. ഒലോ ഫീസമൽ ഒലായി, അത് മാംസത്തിനൊക്കെ വില കൂടിയ സമയമാണെങ്കിലും ആ സമയത്തും പറ്റും. നഹിയോ അൻഹു, അങ്ങനെ സൂക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ നഹിയോ, സൂക്ഷിക്കലിൻ്റെ തൊട്ടുള്ള നഹിയാകുന്നത് അത് മൻസൂഖ്, അത് പിന്നീട് മൻസൂഖ് ആയിട്ടുണ്ട്. യതസദ്ദഖു ബിജിൽദിഹ, അതിൻ്റെ തോലെന്ത് ചെയ്യണം? തോലവൻ സദഖ ചെയ്യണം. വനഹവി കർണിഹ, അതിൻ്റെ കൊമ്പ് പോലെയുള്ളത്. ഏതിനെ പറ്റിയാ പറഞ്ഞത്? അയൽ മുത്തത്തവൈബിഹ, അതുകൊണ്ട് സുന്നത്താക്കപ്പെട്ട വുളുഹിയ്യത്താണ്. അങ്ങനെയുള്ള വുളുഹിയ്യത്തിൻ്റെ തോല്, അതിൻ്റെ എല്ല്, അതുപോലെയുള്ള സാധനങ്ങൾ, മാംസത്തിൽപ്പെട്ടതല്ല, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സദഖ ചെയ്യലാണ് അഫ്ളൽ. ഹുവൽ അഫ്ളൽ ലിൽ ഇത്തിബായി, ഇത്തിബായിന് വേണ്ടി. ഔ യന്തഫഉ ബിഹി, അല്ലെങ്കിൽ അതുകൊണ്ട് അവന് ഉപകാരമെടുക്കാം. ഔ യുഈറുഹു, അല്ലെങ്കിൽ അതിന് അവന് വായ്പ കൊടുക്കാം. ലിഗൈരിഹി, മറ്റുള്ളവർക്ക്. അപ്പോൾ വുളുഹിയ്യത്തിൻ്റെ തോല് പോലെയുള്ള സാധനങ്ങളൊക്കെ അതും കൂടി സുന്നത്തായ വുളുഹിയ്യത്താണെങ്കിൽ ധർമ്മം ചെയ്യലാണ് അഫ്ളൽ. അതാണ് സുന്നത്ത്. ഇനി വേണമെങ്കിൽ സ്വന്തം അതുകൊണ്ട് വല്ല സാധനമൊക്കെ ആക്കിയിട്ട് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി വായ്പ കൊടുക്കാം, അതിന് കുഴപ്പമില്ല. എന്നാൽ വയഹറുമു അലൈഹി, അവൻ്റെ മേൽ ഹറാമാണ്. വാല നഹവി വാരിസിഹി, അവൻ്റെ അവകാശികൾ പോലെയുള്ളവരുടെ മേലും ഹറാമാണ്. ബൈഉഹു, അത് വിൽക്കൽ. വിൽക്കൽ ഹറാമാണ്. അങ്ങനെ വിറ്റാൽ അത് സഹിയാകുമോ ഇല്ലേ, അത് വിഷയമാണ്. ഇത് വുളുഹിയ്യത്തിൻ്റെ
മിൽക്ക് നീങ്ങി എന്ന് പറയുമ്പോൾ വിൽപ്പന നടത്തിയാൽ സഹിയാകൂല എന്നാണ് വരിക. പല ആളുകളും ചിന്തിക്കാതെ വൊളുഹിയത്ത് അറുത്തിട്ട് മുമ്പത്തെ കാലത്തൊക്കെ പണ്ടോ അല്ല അറിയില്ല, മുമ്പത്തെ കാലത്തൊക്കെ ആ വൊളുഹിയത്തിൻ്റെ തോൽ അവർ തന്നെ കൊണ്ടുപോയി വിൽക്കുന്ന പണി, ആ പണി ചെയ്യണ്ട. കസായിരി അജ്സായിഹ, ആ വൊളുഹിയത്തിൻ്റെ മറ്റ് ഭാഗങ്ങളെ പോലെ ആശ്, തോല് മാത്രമല്ല ഏത് ഭാഗത്തിനും നിയമത്തിലാണ്. ഇജാറത്തുഹു, അത് വാടകയ്ക്ക് കൊടുക്കലും, വഴുത്താഹു, അതിന് നൽകലും, ഉജ്രത്തല്ലിദാബിഹി, അർത്ഥവന്റെ കൂലിയായിട്ട് നൽകലും. അറിവുകാരൻ്റെ കൂലി, അറിവുകാരൻ എന്ന് പറഞ്ഞാൽ അറക്കുക മാത്രം ചെയ്താൽ മതിയാവില്ല. അറുത്തിട്ട് തോല് പൊളിക്കണം, അതുപോലെ ഇറച്ചി അതിൽ നിന്ന് എടുക്കണം, ഇറച്ചി എല്ല് ഒക്കെ ഇങ്ങനെ എടുക്കണം, അങ്ങനെ കുറേ പണിയനുണ്ടാവും. അതിനുള്ള കൂലി കൊടുക്കാൻ ഇത് പറ്റുമോ? അത് പറ്റില്ല. എന്താ കാരണം? അത് ഓൻ്റെതല്ല. ഉളുഹിയ്യത്തിൻ്റെ അവകാശികൾ ഇപ്പോൾ ആരായി മാറി? അത് ആ നാട്ടിലുള്ള ഫുഖറായ മസാക്കീനായി മാറി. ബാക്കിയുള്ളവർക്ക് അതിൽ നിന്ന് ഇന്തിഫാ ചെയ്യാൻ ബന്ധമുണ്ട്. ഇന്തിഫാ വേണമെങ്കിൽ ഇവരും ചെയ്യാം. ബൽഹിയ അലഹി എന്ന് മാത്രമല്ല, ആ ഉജ്റത്ത് ഉളുഹിയ്യത്തിൻ്റെ ഈ ചെലവുകളൊക്കെ വഹിക്കേണ്ടത് അറക്കുന്നവൻ തന്നെയാണ്, അവൻ്റെ മേലാണ്. ലിൽ ഖബറി സഹീഹി, സഹീഹായ ഹദീസ് ഉണ്ടായതിനു വേണ്ടി. മൻ ബാ ജിൽദ ഉളുഹിയ്യത്തിഹി ഫലാ ഉളുഹിയ്യത ലഹു, വല്ലവനും അവൻ്റെ ഉളുഹിയ്യത്തിൻ്റെ തോല് വിറ്റാൽ അവന് ഉളുഹിയ്യത്ത് തന്നെ ഇല്ല. ഉളുഹിയ്യത്തിൻ്റെ തോല് വിറ്റാൽ അവന് ഉളുഹിയ്യത്തില്ല എന്ന് പറഞ്ഞ സഹീഹായ ഹദീസുണ്ട്. അതുകൊണ്ട് അവൻ വിൽക്കാൻ പാടില്ല. വലി സവാലി മിൽക്കിഹി അൻഹാ ബിദ്ദബി, മാത്രമല്ല അവൻ്റെ മിൽക്ക് ആ ഉളുഹിയ്യത്തിനെ തൊട്ട് അറവോട് കൂടെ അത് നീങ്ങിപ്പോയി. അപ്പോൾ പിന്നെ ഫലാ തൂറസു അൻഹു, ആ ഉളുഹിയ്യത്തിന് അവനെ തൊട്ട് അനന്തരം എടുക്കപ്പെടുന്നതും അല്ല. ഒരാൾ ഉളുഹിയ്യത്ത് അറുത്ത് ആ ഉളുഹിയ്യത്തിൻ്റെ ആ മൃഗം ഭാഗിച്ചു കൊടുത്തിട്ടില്ല, അങ്ങനെ അർത്ഥ ആൾ ഉടനെന്തായിപ്പോയി മരിച്ചു. എന്നാൽ അയാൾ അവകാശികൾക്ക് ഇത് അനന്തരമായി കിട്ടുമോ? ഇല്ല, മിൽക്ക് അയാൾക്കതിലില്ല. ലാക്കിൻ ബഹസ സുബ്കി, എങ്കിലും ഇമാം സുബ്കി റഹ്മഹുല്ലാ ബഹസ് ചെയ്തു. അന്നലി വറസത്തിഹി വിലായത്തുൽ ഖിസ്മത്തി, ഈ ഇവൻ്റെ വാരിസ്യങ്ങൾക്കുണ്ട് ഈ ഉളുഹിയ്യത്തിനെ ഭാഗിച്ചു കൊടുക്കാനുള്ള വിലായത്ത് അവർക്കുണ്ട്. അതുപോലെ വൻ നഫഖത്തി, അതിൻ്റെ ചെലവ്, അറവിൻ്റെ ഒക്കെ ചെലവുണ്ടല്ലോ, നഫഖാൻ അവിടെ ദിവസം ചെലവാണ്, അറവിൻ്റെ ഒക്കെ ചെലവ്, ആ ചെലവിൻ്റെയും അധികാരം അവർക്കാണ്. വയുഅയ്യിദുഹു, അതിന് തഈദ് നൽകുന്നു ഖൗലുൽ ഉലമായി, ഉലമാഇന്റെ ഖൗൽ, ലഹു അൽ അക്ലു വൽ ഇഹ്ദാഉ കമുവരിസിഹി എന്ന ഖൗൽ. വയുഅയ്യിദുഹു, തൻ്റെ ബഹസിനെ ശക്തിപ്പെടുത്തുന്നു മദ്ഹബിലെ അയിമ്മത്തിൻ്റെ ഖൗൽ, ലഹു, ഈ വാരിസിന് ജായിസാണ്, അൽ അക്ലു, ആ സുന്നത്തായ ഉളുഹിയ്യത്തിൽ നിന്ന് കഴിക്കലും, വൽ ഇഹ്ദാഉ, അത് ഹദിയ നൽകലുമൊക്കെ, മുവരിസിഹി, അവൻ്റെ മുവരിസിനെ പോലെ ആയതിനു വേണ്ടി. മുവരിസിനെ പറ്റിയൊക്കെ ഇയാൾക്കും പറ്റും. അമൽ വാജിബത്തു ഫയൽസമുഹു തസദ്ദുഖു ബിനഹബി ജിൽദിഹ, അപ്പം നേരത്തെ പറഞ്ഞു അയൽ മുത്തത്തവ്വഇ ബിഹ, അപ്പോൾ അതിൽ നിന്നാക്കി മുത്തത്തവ്വഇ ബിഹനെ പറ്റിയാണ് ഈ പറഞ്ഞത്. അപ്പോൾ മുത്തത്തവ്വഇ ബിഹ അല്ലാത്തതോ, അതായത് വാജിബ്, വാജിബാണെങ്കിൽ
അവിടെ നിർബന്ധമാണ് ആ തസദ്ദുഖു ബിനഹ്വി ജിൽദിഹ, അതിൻ്റെ തോല് പോലെയുള്ള എല്ലാം കൊണ്ടും സദഖ ചെയ്യൽ നിർബന്ധമാണ്. എന്താ കാരണം? അതിലൊന്നും അറക്കുന്ന ആൾക്ക് എടുക്കാനോ അല്ലെങ്കിൽ അഗനിയായി നൽകാനോ പാടില്ല. വലതുൽ വാജിബത്തി, വാജിബായ ഉദ്ഹിയ്യത്തിൻ്റെ കുട്ടി. ഏത് കുട്ടി? അൽ മുൻഫസിലു, പിരിഞ്ഞു പോന്ന പ്രസവിച്ച കുട്ടി. അപ്പം എങ്ങനെയാ മുൻഫസിൽ എന്ന് ഇവിടെ ഞാൻ കൊടുത്തത് പോലെ കമാ അഷ്അറബിഹി താബീറു ബി വലത്, അതുകൊണ്ട് അറിയിച്ചതിന് വേണ്ടി വലത് എന്ന പ്രയോഗം. അതേപോലെ യുദ്ബഹു, യുദ്ബഹു എന്ന പ്രയോഗം. ഇവിടെ പറഞ്ഞ വലതുൽ വാജിബത്തി, തൊട്ടടുത്ത് പറഞ്ഞ് യുദ്ബഹു. അപ്പോൾ ഈ രണ്ട് പ്രയോഗം കൊണ്ട് എന്ത് കിട്ടി? ഇതിൻ്റെ വയറിലുള്ള കുട്ടിയെ പറ്റിയല്ല ചർച്ച, പ്രസവിച്ച കുട്ടിയെ പറ്റിയാണ് ചർച്ച എന്ന് കിട്ടി. വയുവാഫിഖുഹു, അതിനോട് യോജിക്കും. ഖൗലുഹുമാ ഫിൽ വഖഫി, വഖഫിന്റെ ബാബിൽ ഷെയ്ഖൈനിയുടെ ഖൗലു ഇന്നൽ ഹംല ഖബല ഇൻഫിസാലിഹിൽ ഐസമ്മ വലദൻ, വലത് അത് മുൻഫസിലാകുന്നതിന് മുമ്പ്, ഹംല് അത് പിരിഞ്ഞു പോരുന്നതിന് മുമ്പ്, ഹംല് അത് പിരിഞ്ഞു പോരുന്നതിന് മുമ്പ് ലായ്സമ്മ വലദൻ, വലത് എന്ന് പറയില്ല. അപ്പോൾ വലത് എന്ന് പറയണമെങ്കിൽ പ്രസവിക്കപ്പെട്ടതിന് മാത്രമേ വലത് എന്ന് പറയൂ എന്ന് വഖഫിൻ്റെ ബാബിൽ ഷെയ്ഖാനുടെ കൗലുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലത് എന്നിവിടെ പറഞ്ഞു. വലത് എന്ന പ്രയോഗവും ശേഷം യുദ്ബഹ് എന്ന് പറഞ്ഞ പ്രയോഗവും ഉണ്ടായതുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്യുന്നത് പ്രസവിക്കപ്പെട്ട കുട്ടിയെ പറ്റിയാണ്. വാജിബത്തായ ഉദ്ഹിയ്യത്തിൻ്റെ വലത് യുദ്ബഹു, അതിനെ അറുക്കണം വുജൂബൻ, നിർബന്ധമായ അറുക്കൽ അറുക്കണം. ദബ്ഹൻ വുജൂബൻ എന്നാണ്ടായ യുദ്ബഹുവിൻ്റെ ഒരു മസ്തർ കളഞ്ഞുണ്ടാവും, അതിന് സിഫത്താണ് വുജൂബൻ. സവാഉനിൽ മുഅയ്യനത്തു ഇബ്തിദാൻ, തുടക്കത്തിൽ തന്നെ നിജമാക്കപ്പെട്ട മൃഗമാണെങ്കിലും, ഔ അമ്മ ഫി ദിമ്മത്തി, അല്ലെങ്കിൽ ദിമ്മത്തിൽ നിർബന്ധമായ നേർച്ചയാക്കിയ തൊട്ട് നിജമാക്കിയ മൃഗമാണെങ്കിലും സമമാണ്. നേരത്തെ തന്നെ ഞാൻ ഒരു ഉദ്ഹിയ്യത്ത് നിർബന്ധമാക്കി, അത് ഈ ഉദ്ഹിയ്യത്ത്, ഈ കാണുന്ന മൃഗമാണ്. അല്ലെങ്കിൽ ഈ മൃഗത്തെ ഞാൻ ഉദ്ഹിയ്യത്ത് അറക്കാൻ നിർബന്ധമാക്കി, നേർച്ചയാക്കി എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ എൻ്റെ പേര് ഒരു ഉദ്ഹിയ്യത്തുണ്ട്, എന്നിട്ട് പിന്നെ ചെയ്തു ഒരു മൃഗത്തെ അതിന് തയ്യാറാക്കി. രണ്ടാണെങ്കിലും വാജിബായ ഉദ്ഹിയ്യത്താണെങ്കിൽ അതിൻ്റെ കുട്ടിയെ അറുക്കണം, നിർബന്ധമായ. അലഖത്ത് ബിഹി ഖബല നദ്രി അമ്മാഹു അംബാദ്, ആ ഉദ്ഹിയ്യത്തിൻ്റെ മൃഗം ആ ഗർഭത്തെ കൊണ്ട് ഗർഭം ധരിക്കട്ടെ, നേർച്ചൻ്റെ മുമ്പ്, നേർച്ചയാക്കുന്നതിന് മുമ്പേ അത് ഗർഭം ധരിച്ചിരുന്നു. അമ്മാഹു, അല്ലെങ്കിൽ നേർച്ചയാക്കലോട് കൂടെ, അല്ലെങ്കിൽ അംബാദു, ശേഷം. ലിയന്നഹു തബഉല്ല, ഏത് രൂപത്തിലാണെങ്കിലും ആ കുഞ്ഞ് ആ തള്ളയോട് താപയാണ്. ഫൈൻ മാത്തത്ത് ബക്കിയ ഉദ്ഹിയ്യത്തൻ, ഇനി അഥവാ തള്ള ചത്താലോ, ഉദ്ഹിയ്യത്താക്കി നിശ്ചയിച്ചിരിക്കുന്ന നേർച്ചയാക്കിയിരിക്കുന്ന മൃഗം ചത്താൽ, ബക്കിയ ഉദ്ഹിയ്യത്തൻ, ആ കുഞ്ഞ് ഉദ്ഹിയ്യത്തായി ബാക്കിയാകും. അപ്പം എന്ത് ചെയ്യണം? അവിടെ ആ കുഞ്ഞിനെ മുഴുവനും സദഖ ചെയ്യൽ നിർബന്ധമാണ്. കമാലായർത്തഫി തദ്ബീറു വലതി മുദബ്ബറത്തിൻ, മുദബ്ബറത്തായ അടിമ സ്ത്രീ, ആ അടിമ സ്ത്രീയുടെ വലതിൻ്റെ തദ്ബീർ ഉയർന്നു പോകാത്തത് പോലെ.
ബിമൗത്തിഹ മുദബ്ബറത്തിൻ്റെ മരണം. മുദബ്ബറത്ത് എന്ന് പറഞ്ഞാൽ യജമാനൻ്റെ മരണത്തിനോട് ഇത്തുക്കിനെ താലീക്കാക്കിയ അടിമ സ്ത്രീക്കാണ് മുദബ്ബറത്ത് എന്ന് പറയുന്നത്. ഞാൻ മരിച്ചാൽ നീ സ്വതന്ത്രയാണ്, അല്ലെങ്കിൽ എൻ്റെ അടിമ സ്ത്രീ സ്വതന്ത്രയാണ് എന്ന് പറയും. എന്നാൽ യജമാനൻ മരിക്കലോട് കൂടെ ആ അടിമ സ്ത്രീയാണെങ്കിൽ സ്ത്രീ, പുരുഷനാണെങ്കിൽ പുരുഷൻ, ആരാൻ വേണ്ടില്ല, എന്താകും, അവർ സ്വതന്ത്രം. എന്നാൽ ഒരു അടിമ സ്ത്രീയെ പറ്റി അങ്ങനെ പറഞ്ഞു, ഞാൻ മരിച്ചാൽ നീ സ്വതന്ത്രയാണ്. അങ്ങനെ പറഞ്ഞ ശേഷം അവൾക്ക് ഗർഭമുണ്ടായിരുന്നു. അവൾക്ക് ഗർഭമുണ്ടായി. ആ ഗർഭം യജമാനൻ്റെ കുഞ്ഞ് അല്ല. എന്നാൽ ആ കുഞ്ഞ് ഇവളെന്ത് ചെയ്തു? ഇവൾ മരിച്ചുപോയി. ഇവൾ മരിച്ചത് കൊണ്ട് ആ പെണ്ണിൻ്റെ ഗർഭാശയത്തിലുള്ള ആ കുഞ്ഞ് മുദബ്ബറിൻ്റെ ഹുക്കുമിൽ നിന്ന് മാറില്ല. ആ കുഞ്ഞും എന്താകും? യജമാനം മരിച്ചാൽ സ്വതന്ത്രൻ അല്ലെങ്കിൽ സ്വതന്ത്രി ആകും. വലഹു അക്കലു കുല്ലിഹി, വലഹു അവന് ജായിസാണ് അക്കലു കുല്ലിഹി, ആ കുഞ്ഞിനെ മുഴുവനും തിന്നൽ. ഇതാ ദബഹു, ആ കുഞ്ഞിനെ അവൻ അർത്താൽ മാഹ, ആ തള്ളയോട് കൂടെ. ഉദഹിയത്താക്കി നേർച്ചയാക്കിയ തള്ളയെ അറുത്ത് ആ കൂടെ എന്ത് ചെയ്തു? കുഞ്ഞിനെയും അർത്താൽ ആ കുഞ്ഞിനെ ഈ ഉദഹിയത്ത് അറക്കുന്ന ആൾക്ക് മുഴുവൻ എടുക്കുന്നതിന് കുഴപ്പമില്ല, ഈ ജായിസ. എന്താണ് കാരണം? ലി അന്നഹു ജുസൂം മിൻഹ, ആ കുഞ്ഞ് തള്ളയിൽ നിന്നുള്ള ഒരു ജുസ് ആണല്ലോ. അപ്പൊ വബിഹി യോലം ലി അന്നഹു ജുസൂം മിൻഹ എന്ന് പറഞ്ഞ തഴലീൽ കൊണ്ട് അറിയപ്പെടാം. ബിനാവു ഹാദാല ജവാസിൽ അക്കീം മിൻഹ, ഈ അഭിപ്രായത്തെ എടുക്കപ്പെട്ടതാണ് എന്ന്. എന്തിൽ നിന്ന്? തള്ളയിൽ നിന്ന് തിന്നൽ ജായിസാണ് എന്നതിൻ്റെ പേര്. വഖദ് മറ, യഥത്ത് തീർച്ചയായും കഴിഞ്ഞു പോയിരിക്കുന്നു, അന്നൽ മുഴുത്തമത് ഹുർമത്തുഹു, അത് ഹറാമാണ്. മുത്തലക്കൻ നിരുപാധികമായ നിലക്ക് ഹറാമാണ്. അതായത് തുടക്കത്തിൽ തന്നെ നിജമാക്കിയ നേർച്ചമൃഗമാണെങ്കിലും, ദിമ്പത്തിൽ നേർച്ചയാക്കിയിട്ട് പിന്നെ നിജമാക്കിയതായ നേർച്ചമൃഗമാണെങ്കിലും, രണ്ടാണെങ്കിലും അതിൽ നിന്ന് തിന്നൽ ഹറാമാണ് എന്നതാണ് മുഴുത്തമത്. മറ്റത് മുഴുത്തമതിന് എതിരായ ഒരു പരാമർശമാണ്. അതിൻ്റെ മേൽ എടുത്തുകൊണ്ടാണ് ഈ നേർച്ചയായ ഉളുഹിയത്തിൻ്റെ കുഞ്ഞിനെ അവന് തിന്നൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞത്. ഫയഹറുമു മിൻ വലദിഹാ കദാലിക, അപ്പോൾ ഫയഹറുമു തിന്നൽ ഹറാമാണ് അതിൻ്റെ വലതിലും കദാലിക അപ്രകാരമായ നിലക്ക്. അതായത് മുത്തലക്കൻ തുടക്കത്തിൽ നിജമാക്കിയാലും വേണ്ടില്ല, അല്ല ദിമ്പത്തിൽ ഉള്ള നേർച്ചയെ തൊട്ട് പിന്നെ നിജമാക്കിയതായാലും വേണ്ടില്ല, പാടില്ല. ഖമാ അഫാദഹു കലാമുൽ മജ്മൂഇ, അതിനെ മജ്മൂഇൻ്റെ കലാമ് അറിയിച്ചതിന് വേണ്ടി വഅതമദുഹു, അവർ അതിനെ മുഅ്തമദാക്കുകയും ചെയ്തു. ഖാലൽ അദ്റൈ, ഇമാം അദ്റൈ റഹിമഹുല്ലാഹ് പറഞ്ഞു, വയജിബു തൻസീലു കലാമി റൗദത്തി വശർഹൈൻ,